എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചപ്പാത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ലെയറുകളായിട്ടും തന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് റെഡിയാകാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല സോഫ്റ്റാണെന്ന് പറഞ്ഞാലും പോലെ അത് നിങ്ങളത് ചെയ്ത് തന്നെ നോക്കണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പാലിന് ഒരുപാട് ചൂട് വേണ്ട, ചെറിയ ചൂട് മാത്രം മതി. പിന്നെ നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി അല്ല, നമ്മൾ മേടിക്കുന്നതോ പൊടിപ്പിക്കുന്നതോ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കണമെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1/2 കപ്പ് പാലിന് ഈ 1.5 കപ്പ് മാവ് കറക്റ്റ് അളവായിരുന്നു. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും ഈ സെയിം അളവ് എടുത്താൽ മതി. പിന്നെ ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിരുന്നാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ മാവ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ ബോൾസ് വെച്ചാൽ തീരെ ചെറിയ ബോൾസ് അല്ല, എന്നാലും നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു വലുതായിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് 1.5 കപ്പ് മാവിൽ നിന്ന് 5 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്ക് പരത്തുന്നതിലാണ് നമുക്ക് ഓരോ ലെയറായിട്ടും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് പരത്തുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആദ്യം നമുക്കൊരു ബോൾ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് മാവിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ മാവ് നമ്മൾ പരത്തുമ്പോൾ കുറച്ച് വലുതാക്കി വേണം പരത്തേണ്ടുന്നത്. ഒരുപാടങ്ങ് വലുതായി പോകണ്ട, എന്നാലും അത്യാവശ്യം നമ്മൾ സാധാരണ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് പതുക്കെ ഒരുപാടൊന്ന് പ്രസ് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കേണ്ടുന്നത്. പിന്നെ നമ്മളിതിലോട്ട് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ ഇതിൽ മൊത്തത്തിൽ പറ്റത്തക്ക വേണം നല്ലതുപോലെ, ഒരുപാട് ഓയിലൊന്നും വേണ്ട, അത്യാവശ്യം ഇതൊന്ന് മൊത്തത്തിൽ എല്ലായിടവും ഒന്ന് ആവണം, അതേ രീതിയിലൊന്ന് ഓയിൽ തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മാവ് ഒന്ന് തൂക്കി കൊടുക്കണം. ഒരുപാട് മാവും തൂക്കി കൊടുക്കല്, കുറച്ച് മാത്രം ഒന്ന് തൂക്കി കൊടുക്കുക. ഇനി മടക്കുന്നതിന് ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കണം, പിന്നെ തിരിച്ച് ഇതേ രീതിയിലൊന്ന് മടക്കണം. പിന്നെ നമുക്ക് ഈ മടക്കിയ വശത്ത് കുറച്ചും കൂടെ എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനിയും നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതേ രീതിയിൽ ഒന്ന് നമുക്കൊരു സ്ക്വയർ പോലെ കിട്ടത്തക്കവണ്ണം നമ്മൾ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി നമുക്ക് കുറച്ചും കൂടെ മാവ് വിതറിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കണം. പിന്നെ ഇത് റൗണ്ടാക്കാനൊന്നും നോക്കണ്ട, ഈ സ്ക്വയർ പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യാതെ കുറച്ച് സോഫ്റ്റായിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനേക്കാട്ടി കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട്, അത് നമ്മൾ പാലിലൂടെ കുഴയ്ക്കുന്നതുകൊണ്ട് അതിനേക്കാൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നൊരു ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ചൂടായ ഒരു ദോശക്കല്ലിലേക്ക് നമുക്ക് ഈ പരത്തിയ മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന്, അതായത് ഇതിൻ്റെ മുകളിൽ ചെറിയ കുമിളകൾ പോലെ വരും, ഒരു 10-15 സെക്കൻഡ് കിടക്കുമ്പോൾ തന്നെ വരും. പിന്നെ നമ്മളതൊന്ന് തിരിച്ചിടണം. അത് ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരുന്നത് കാണാം. പിന്നെ നിങ്ങൾക്ക് എണ്ണ തേക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചപ്പാത്തി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം തിരിച്ചും മറിച്ച് നിങ്ങൾക്ക് എണ്ണ തേക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക.
പിന്നെ നമ്മൾ ഈ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരാത്തത് ചിലപ്പോൾ ഈ നമ്മൾ പരത്തിയതിൻ്റെ സൈഡിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്കൂടെ നമുക്ക് നോക്കുമ്പോൾ ആവി പോകുന്നത് കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ലതുപോലെ തന്നെ പൊങ്ങി വരുന്നതായിരിക്കും. പിന്നെ നല്ല ലെയറുകളായിട്ട് തന്നെ കിട്ടും. ചപ്പാത്തി നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.